കോഴിക്കോട് കുയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് പരിക്കേറ്റ മരിച്ച 3 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പരിക്കേറ്റ 12 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വനമന്ത്രി അടിയന്തര റിപ്പോർട്ട് തേടി. കൊയിലാണ്ടി നഗരസഭയിൽ 9 വാർഡുകളിൽ ഇന്ന് സർവകക്ഷി ഹർത്താൽ ആചരിക്കുകയാണ്. പോകുന്ന ആന ഫസ്റ്റ് തിരിഞ്ഞ് മറ്റേ ആനയുടെ കൊമ്പ് കുത്തി. അങ്ങനെ 2 ആനയും കൂടി ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ 2 കൂടി കൊമ്പ് ഓർക്കുമ്പോഴാണ് ബിൽഡിംഗ് വീഴുന്നത്. അപ്പോൾ താഴെ ഇരിക്കുകയാണ് ആൾക്കാർ. ഇരിക്കുന്നത് കംപ്ലീറ്റ് ഈ ആൾക്കാരുടെ മേത്താണ് വീഴുന്നത്. അപ്പോൾ ഒരാൾ ഒരു അമ്മേൻ്റെ മേത്ത് ചവിട്ടിപ്പോയി. ഈ അമ്മേനെ ചവിട്ടിയാണ് എന്നാൽ ആന അറിയാതെ എവിടെയായിരിക്കും. പിന്നെ ആന അങ്ങോട്ട് പാപ്പന്മാർ അടിക്കുകയാണ് ഇവിടുന്ന്. അടിച്ചിട്ട് വയ്യോട്ട് വരുമ്പോൾ ആന തിരിഞ്ഞ് ഓടുക. അത് നമ്പൂരിമാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ബാക്കിൽ വരുന്ന നമ്പൂരിമാർ ആരും മേത്തൊന്നും ചവിട്ടാതെ ആന അങ്ങോട്ട് ഓടി. അപകടത്തിൽ 32 പേർക്കാണ് പരിക്കേറ്റത്. 3 പേർ മരിച്ചു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമായി സാരമായി പരിക്കേറ്റവർ ചികിത്സയിൽ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്ന 2 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. 2 പേര് കുറച്ച് ഇഞ്ചുറി ഉണ്ട്. അവരെ വേണ്ട രീതിയിൽ തന്നെ റെഡ് ഏരിയയിൽ മാറ്റി വേണ്ട രീതിയിൽ എല്ലാ ചികിത്സയും കൊടുക്കുന്നുണ്ട്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം 8 മണിയോടെ തുടങ്ങും. ആന ഇടഞ്ഞതുമായി ബന്ധപ്പെട്ട് വനമന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര റിപ്പോർട്ട് തേടി. റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി റിപ്പോർട്ട് ഇന്ന് തന്നെ മന്ത്രിക്ക് നൽകും. ബഹുമാനപ്പെട്ട മന്ത്രി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ച റിപ്പോർട്ട് നമ്മളിവിടെ RDO തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. റിപ്പോർട്ട് രാവിലെ തന്നെ മന്ത്രിക്ക് കൊടുക്കും. നിബന്ധനകൾ പാലിച്ചിട്ടാണ് ഞാൻ പിന്നെ അസിസ്റ്റന്റ് കമ്മീഷണർ ഫോറസ്റ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പെർമിഷൻ കൊടുത്താണെന്നാണ് ഇപ്പം പ്രാഥമികമായിട്ട് കിട്ടിയ വിവരം. അത് സംബന്ധിച്ച പ്രാഥമിക പെർമിഷൻ കൊടുത്ത പ്രകാരം എല്ലാം പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ACP പരിശോധിക്കുന്നുണ്ട്. സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തി കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. സർവകക്ഷി യോഗമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. മീഡിയ 1.